ആർക്കിനിക്സ്. അപ്പൊ ഇന്ന് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയാലോ. കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് the working of vasopressin using the data given in the box. അതായത് ബോക്സിൽ നിങ്ങൾക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഇല്ലസ്ട്രേഷനിൽ ഫില്ല് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് മലയാളത്തിൽ വേഗം ഒന്ന് വായിച്ചാലോ. വാസോപ്രസിന്റെ പ്രവർത്തനം സൂചിപ്പിക്കുന്ന ചിത്രീകരണം ബോക്സിലെ വിവരങ്ങൾ ഉപയോഗിച്ച് പൂർത്തീകരിക്കുക. അതാണ്. ഓക്കെ, അപ്പൊ ആ ഇല്ലസ്ട്രേഷൻ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ബ്ലഡിലുള്ള ആ ഒരു വെള്ളം കുറയുകയാണെങ്കിൽ സോ എ വിൽ ബി ഡിക്രീസസ്. ആ സമയത്താണ് ആര് ആക്ട് ചെയ്യുന്നത്, അല്ലെ ആര് സെക്രീറ്റ് ചെയ്യുന്നത്? വാസോപ്രസിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുക? പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണോ ഇൻക്രീസ് ചെയ്യാണോ? ദാറ്റ് ഇൻക്രീസസ്. ഓക്കെ, ആ സമയത്ത് വാസോപ്രസിൻ ആക്ട് ചെയ്യും കിഡ്നിയിൽ അല്ലെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി ഇൻക്രീസസ്. റീഅബ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? യെസ്, ഡിക്രീസസ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ. അപ്പൊ ഇത് സമ്മർ സീസണിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന സമയത്താണ് വാസോപ്രസിൻ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വിന്റർ സീസണിൽ നടക്കുക. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.